السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ സൂറത്തുൽ ബഖറയിലെ 65, 66 ആയത്തുകളിൽ അടങ്ങിയ നിയമങ്ങളാണ് നാം പഠിച്ചത്. ഒന്നുകൂടി ആ ആയത്തുകൾ ശ്രവിക്കുക, അതിലടങ്ങിയ ആശയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. أعوذ بالله من الشيطان الرجيم. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسئين فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. ولقد علمتم, ولقد ദാലിന് സുക്കൂനാണ്, അതുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ولقد علمتم ولقد എന്നല്ല, ولقد علمتم الذين اعتدوا منكم നൂനിന് സുക്കൂനാണ്, അതിനുശേഷം കാഫ് എന്ന അക്ഷരം, അതുകൊണ്ട് അവിടെ ഇഖ്ഫാന്റെ നിയമമാണുള്ളത്. മീൻകും, നൂനിനെ വെളിവാക്കാൻ പാടില്ല, നൂനിനെ മറച്ചു പിടിച്ച് മണിച്ചു കൊണ്ടുപോകുക. മീൻകും ഫിസ്സബ്തി, വീണ്ടും ബ, നേരത്തെ വലഖദ് എന്ന് പറഞ്ഞതുപോലെ ഫിസ്സബ്തി എല്ലാം ഖൽഖലത്തിന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്, അതുകൊണ്ട് അതിനെ വ്യക്തമാക്കിയിട്ട് ഓതണം. ഫിസ്സബ്തി فقلنا لهم كونوا قردة خاسئين, അതായത് ഖിറദതൻ, തൻവീനു ശേഷം ഖ എന്ന അക്ഷരമാണ് അവിടെ ഇദ്ഹാർ ചെയ്തുകൊണ്ട് തൻവീനിനെ വെളിവാക്കിക്കൊണ്ട് ഓതുക. ഖിറദതൻ ഖാസിഈൻ.
كونوا قردة خاسئين فجعلناها نكالا لما بين يديها فجعلناها ഹ എന്ന അക്ഷരം അതുപോലെ മുമ്പുള്ള ഐന് ഇതെല്ലാം ശരിയായ രൂപത്തിലുള്ളത് فجعلناها نكالا لما തൻവീന് ശേഷം ലാമാണ് അലാമ് അങ്ങനെ വന്നാൽ നകാലൻ ലിമ ഇദ്ഗാം ചെയ്ത് ഓതുക ഗുന്നത്തില്ലാതെ മണിക്കാതെ ചേർത്ത് കൊണ്ടോതുക തൻവീനിലേക്ക് ലാമിനെ ചേർക്കുക നകാലൻ നകാലൻ എന്നല്ല നകാലൻ ലിമ അതിലേക്ക് ചേർക്കണം പക്ഷെ മണിക്കാൻ പാടില്ല نكالا لما بين يديها وما خلفها وموعظة للمتقين നേരത്തെ നകാലല്ലി എന്ന് പറഞ്ഞതുപോലെ മൗഇളത്തല്ലി മണിക്കാൻ പാടില്ല ഇദ്ഗാം ചെയ്തുകൊണ്ട് ഉന്നത്തില്ലാതെ ഇദ്ഗാം ബിലാ ഹുന്ന എന്ന നിയമം ആണ് അവിടങ്ങളിലൊക്കെ ഉള്ളത്. وموعظة للمتقين ولقد علمتم തീർച്ചയായും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് الذين اعتدوا അതിക്രമിച്ച യാതൊരു കൂട്ടരെ മിൻകും നിങ്ങളിൽ നിന്ന് ഫിസ്സബ്തി ശനിയാഴ്ചയിൽ അല്ലെങ്കിൽ ശബ്ബത്ത് നാളിൽ ഫഖുൽനാ ലഹും അപ്പോൾ നാം അവരോട് പറഞ്ഞു കൂനൂ ഖിറദതൻ നിങ്ങൾ കുരങ്ങുകൾ ആകുവിൻ ഖാസിഈൻ ഹീനന്മാരായ ആളുകളായി തീരുക നിന്നരായി തീരുക. وَلَقَدْ عَلِمْتُمُ الَّذِينَ اعْتَدَوْا مِنكُمْ فِي السَّبْتِ فَقُلْنَا لَهُمْ كُونُوا قِرَدَةً خَاسِئِينَ ഇസ്രായേൽ സന്തതികളെ എന്ന ഒരു അഭിസംബോധന അവിടെ ഉണ്ട്. അവരോടാണ് പറയുന്നത്. വലഖദ് അലിംതും അല്ലദീന അഅ്തദൗ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് സബ്ബത്തിന്റെ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസത്തിൽ അതിക്രമം ചെയ്തവരെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവരോട് നാം പറഞ്ഞു നിങ്ങൾ ഹീനന്മാരായ കുരങ്ങുകളായി തീരുവിൻ. ഫജഅൽനാഹാ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ വമൗഇദതൻ ലിൽമുത്തഖീൻ അങ്ങനെ അതിനെ നാം അതിന്റെ മുമ്പിലുള്ളവർക്കും അതിന്റെ പിമ്പിലുള്ളവർക്കും ഒരു ശിക്ഷയാക്കി സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു സതുപദേശവുമാക്കി. അങ്ങനെയുള്ള സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് ഈ ആയത്തിന്റെ വിശദീകരണം? അഹ്മദ് അമാനി മൗലവി വിശദീകരിക്കുകയാണ്. ഇസ്രായേലിൽ കഴിഞ്ഞു പോയ ഒരു അനുസരണക്കേടും അതിനാൽ ലഭിച്ച ശിക്ഷയും ചൂണ്ടിക്കാണിക്കുകയാണ്. സംഭവങ്ങളും അവർ പശുക്കുട്ടിയെ സ്വീകരിച്ചത്, അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കാൻ കൂട്ടാക്കാതിരുന്നത്, അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ നേർക്കുനേരെ കണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, നിന്നിൽ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ എടുത്തു പറഞ്ഞു. മാത്രവുമല്ല അവർക്ക് പർവ്വതത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക, അവർ വിശ്വസിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഉയർത്തി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ അവർ പിന്തിരിഞ്ഞു കളഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉദ്ധരിച്ചതിന് ശേഷം മറ്റൊരു അനുസരണക്കേടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇസ്രായേലിൽ കഴിഞ്ഞുപോയ ഒരു അനുസരണക്കേടും അതിനാൽ ലഭിച്ച ശിക്ഷയും ചൂണ്ടിക്കാട്ടുകയാണ്.
മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച എന്ന പോലെ ഇസ്രായേലിയർക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പ്രധാന ദിവസമായിരുന്നു ശനിയാഴ്ച. അവർ അന്ന് ജോലികളിൽ നിന്നെല്ലാം ഒഴിവായിരിക്കണമെന്നും ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. ഈ ആചരണത്തിന് ശബ്ബത്ത് അല്ലെങ്കിൽ സബത്ത് എന്ന് പറയുന്നു. ശനിയാഴ്ചക്ക് യൗമുസ്സബത്ത്, സബത്ത് ദിവസം എന്നും പറയപ്പെടുന്നു. അപ്പോ മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഉള്ളതുപോലെ ഇസ്രായേലിയർക്ക് അന്ന് നിശ്ചയിക്കപ്പെട്ട ദിവസമായിരുന്നു ശനിയാഴ്ച. പക്ഷെ അവർക്കുണ്ടായിരുന്ന ഒരു നിയമം നമ്മളിൽ നിന്ന് അല്പം വ്യത്യസ്തമായിരുന്നു. നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജുമുഅക്ക് എത്തുക എന്ന ജുമുഅ എന്ന പ്രധാനപ്പെട്ട കർമ്മം, ഇബാദത്ത്, അത് നമുക്ക് നിർബന്ധമാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നിങ്ങൾ നമസ്കാരം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഭൂമിയിൽ വിഹരിക്കുകയും അള്ളാഹുവിന്റെ ഔദാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ തേടുകയും ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജോലി ചെയ്യുന്നതിനോ ജോലി എടുക്കുന്നതിനോ വിരോധമില്ല. വെള്ളിയാഴ്ച ജുമുഅക്ക് മുമ്പാണെങ്കിലും ജോലി ചെയ്യുന്നതിന് വിരോധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സ്വഹാബത്ത് തന്നെയും പലപ്പോഴും അവരുടെ ജോലി സ്ഥലങ്ങളിൽ നിന്ന്, അവരുടെ കച്ചവട സ്ഥലങ്ങളിൽ നിന്നൊക്കെ നേരെ ജുമുഅക്ക് എത്തുകയും അത്തരം സന്ദർഭങ്ങളിൽ സമയം വൈകി വരുന്ന ആളുകളോട് വളരെ ഗൗരവത്തോടു കൂടി അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ ധാരാളം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ജോലിയൊന്നും പാടില്ല എന്ന നിയമം യഥാർത്ഥത്തിലില്ല. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ജോലികളിൽ നിന്നെല്ലാം ഒഴിവായിരിക്കണമെന്നും ചില പ്രത്യേക അനുഷ്ഠാന കർമ്മങ്ങൾ ആചരിക്കണമെന്നും നിശ്ചയിക്കപ്പെട്ടിരുന്നു. അപ്പൊ നമ്മെപ്പോലെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി പ്രത്യേകമായ ഒരു സതുപദേശം കേൾക്കുകയോ പിരിയുകയോ പ്രത്യേകമായ ഒരു ആരാധനാകർമ്മം നിർവഹിക്കുകയോ ചെയ്യുകയാണ് എന്നൊന്നും ഇവിടെ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് ചില അനുഷ്ഠാന കർമ്മങ്ങൾ അവർ ആചരിക്കണം എന്ന് നിശ്ചയിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. ഈ ആചരണത്തിനാണ് സബത്ത് എന്ന് പറയുന്നത്. ഇത്തരം ഒരു ദിനത്തെ ആചരിക്കുക. അങ്ങനെ ആയിരിക്കാം ശനിയാഴ്ചക്ക് യൗമുസ്സബത്ത് എന്ന പേര് വന്നിരിക്കുക എന്നും, അതല്ല നേരത്തെ തന്നെ യൗമുസ്സബത്ത് തന്നെയാണ്, പിന്നെ ആ പേരിൽ, ആ ദിനത്തിന്റെ പേരിൽ അത് ആചരിക്കപ്പെടുകയാണ്. ആ ഒരു ദിവസത്തെ അനുഷ്ഠാന കർമ്മങ്ങളും കാര്യങ്ങളുമൊക്കെ ആ പേരിൽ പിന്നീട് അറിയപ്പെടുകയാണ് എന്ന് അഭിപ്രായങ്ങളുണ്ട്. അതിനാൽ ഫിസ് സബത്തി എന്ന വാക്കിന് ശനിയാഴ്ച ദിവസത്തിൽ എന്നും ശബ്ബത്ത് ആചരണത്തിൽ എന്നും അർത്ഥം വരാം. അതുകൊണ്ട് ഇവിടെ ഫിസ് സബത്തി എന്ന് പറഞ്ഞത് ഫിസ് സബത്തി എന്ന് പറഞ്ഞ ആ ഫിസ് സബത്തി സബ്ബത്ത് നാളിൽ, അതല്ലെങ്കിൽ ശനിയാഴ്ച ദിവസത്തിൽ എന്നും അർത്ഥം വരാം. രണ്ട് രൂപത്തിലും അതിനുള്ള അർത്ഥം വരാം. സാരത്തിൽ രണ്ടും വ്യത്യാസമില്ലതാണ്. അത് പ്രത്യേകിച്ച് അത് അങ്ങനെ രണ്ട് വിധത്തിലാണെങ്കിൽ പോലും അതിന് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. യഹൂദികൾ ഇന്നും ശബ്ബത്ത് ആചരിച്ചു വരുന്നത് ആഴ്ചവട്ടത്തിന്റെ അവസാന ദിവസമായ ശനിയാഴ്ച തന്നെയാണ്. ഇന്ന് പൊതുവിൽ ആഴ്ചകളിലെ അവസാന ദിവസമായിട്ടാണ് ശനിയാഴ്ച അറിയപ്പെടുന്നത്. ഞായറാഴ്ച ആദ്യത്തെ ദിവസവുമായിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പോ ക്രിസ്ത്യാനികൾ അത് ആചരിക്കുന്നത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം എന്ന നിലക്ക് ഞായറാഴ്ചയാണ്. അപ്പോ ക്രിസ്ത്യാനികൾ 1-ാം ദിവസം ആഴ്ചയുടെ 1-ാമത്തെ ദിവസം എന്നും യഹൂദികൾ ആഴ്ചയുടെ അവസാനത്തെ ദിവസം എന്ന നിലക്കും അത് ആചരിക്കപ്പെട്ടു വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ഹദീസിൽ വെള്ളിയാഴ്ചയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതായിരുന്നു അവർക്ക്, വേദക്കാർക്ക് നിയമിക്കപ്പെട്ടിരുന്ന ദിവസം. എന്നിട്ട് അവർ അതിൽ ഭിന്നിച്ചു. നമുക്ക് അള്ളാഹു അതിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ്. ജനങ്ങൾ അതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്. അതായത് യഹൂദികൾ പിറ്റേന്നും ക്രിസ്ത്യാനികൾ പിറ്റേന്നിന്റെ പിറ്റേന്നും. فكان اليهودي يوم السبت وكان للنصارى يوم الأحد
فجاء الله بنا فهدانا ليوم الجمعة فجعل الجمعة والسبت والأحد وكذلك هم لنا تبع يوم القيامة نحن الآخرون من أهل الدنيا والأولون يوم القيامة എന്നൊക്കെ തുടങ്ങുന്ന ചില റിവായത്തുകൾ ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിച്ച ഹദീസുകളിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ട ഒരു ഹദീസാണ് ഇവിടെ മുഹമ്മദ് അമാനി മൗലവി ഉദ്ധരിച്ചിട്ടുള്ളത്. അതിൽ യഥാർത്ഥത്തിൽ വേദക്കാർക്ക് നിയമിക്കപ്പെട്ടിരുന്ന ദിവസം എന്ന് പറഞ്ഞത് വെള്ളിയാഴ്ചയെ കുറിച്ചാണ്. പക്ഷെ അതിലവർ ഭിന്നിച്ചു. നമുക്ക് അള്ളാഹു അതിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുകയാണ്. അതായത് വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് അള്ളാഹു ഹിദായത്ത് നമുക്ക് നൽകിയിരിക്കുകയാണ്. അള്ളാഹു നിശ്ചയിച്ച ഒരു ദിവസം എന്നുള്ള നിലക്ക് അള്ളാഹു നമുക്കതിൽ മാർഗദർശനം നൽകിയിരിക്കുന്നു. ജനങ്ങൾ അതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്. കാരണം നമുക്ക് ശേഷമാണ് ശനി വരുന്നത്, അതിനുശേഷമാണ് ഞായറാഴ്ച വരുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജനങ്ങൾ അതിൽ നമ്മുടെ പിന്നാലെയാണുള്ളത്. അതായത് യഹൂദികൾ പിറ്റേന്നും ക്രിസ്ത്യാനികൾ പിറ്റേന്നിന്റെ പിറ്റേന്നും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ കാര്യത്തിൽ അവർ ഭിന്നിക്കുകയും പിന്നീട് അവർ ശനിയാഴ്ച ദിവസത്തെ അനുഷ്ഠാനമായി സ്വീകരിക്കുകയും ഒക്കെ ചെയ്തു എന്നൊക്കെ ആണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ശബ്ബത്ത് സംഭവം സൂറത്തുൽ അഅറാഫ് 163, 166 കുറെ കൂടി വിശദമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്നലെ നാം ആയത്ത് ഇവിടെ പാരായണം ചെയ്യുകയുണ്ടായി. അതിന്റെ ചുരുക്കം ഇപ്രകാരമാകുന്നു. സംഭവത്തിന്റെ ചുരുക്കം ഇപ്രകാരമാണ്. സമുദ്ര തീരത്ത് വസിച്ചിരുന്ന ഒരു രാജ്യക്കാർ മത്സ്യവേട്ട നടത്തുന്നവരായിരുന്നു. ശബ്ബത്ത് നാളിൽ ജോലി ചെയ്തു കൂടായികയാൽ അന്ന് അവർക്ക് മീൻ പിടിക്കുവാൻ പാടില്ലായിരുന്നു. മത്സ്യമാണെങ്കിൽ അന്നത്തെ ദിവസം കൂട്ടം കൂട്ടമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു പരീക്ഷണമായിരുന്നു അത്. അപ്പോൾ സമുദ്രതീരത്ത് വസിച്ചിരുന്ന ചില ആളുകൾ അവരുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമായിരുന്നു. മത്സ്യവേട്ട നടത്തി മത്സ്യബന്ധനം നടത്തിയിട്ട് അവർ ഉപജീവനം നിർവഹിച്ചിരുന്നു. എന്നാൽ ശബ്ബത്ത് നാളിൽ ജോലി ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് അന്ന് അവർക്ക് മീൻ പിടിക്കാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം അവരെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ നിർദ്ദേശം നിയമങ്ങളെ ആർ അനുസരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ശനിയാഴ്ച ദിവസം അല്ലെങ്കിൽ ശബ്ബത്തിന്റെ ദിവസം മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അവരെ ആ രൂപത്തിൽ ഒന്ന് പരീക്ഷിക്കുകയാണ്. കൂടുതൽ അന്ന് ഒന്നും ചെയ്യാൻ പാടില്ല, മറ്റുള്ള കാര്യങ്ങളൊന്നും പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല എന്നാണല്ലോ നിയമം. പക്ഷെ അന്ന് മത്സ്യത്തെ ധാരാളം അവർ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാം? ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് തന്നെയാണ്. അള്ളാഹു ഒരു നിയമം അല്ലെങ്കിൽ നിർബന്ധ കർമ്മം നമ്മെ ചേരുന്നത്, അതല്ലെങ്കിൽ അള്ളാഹു നമ്മോട് ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുന്നത്, ഇത് രണ്ടിന്റെയും യുക്തി എന്ത്, അതിൽ യുക്തി ഉണ്ടോ, അതിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയോ അല്ലെങ്കിൽ പ്രവാചകൻ വഴി അറിയിക്കുകയോ ചെയ്യും. ഇനി അത് അറിയിച്ചില്ലെങ്കിലും അള്ളാഹുവിന്റെ ഒരു നിയമം എന്നുള്ള നിലക്ക് അതിനെ അനുസരിക്കുകയും ഒരു നിരോധനമാണെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക എന്നത് വിശ്വാസനിർഭമാണ്. അതെന്താ അങ്ങനെ ചെയ്താൽ? അത് അള്ളാഹു പറഞ്ഞത് അതുകൊണ്ടായിരിക്കില്ല, മറ്റൊരു കാര്യം കൊണ്ടായിരിക്കാം, ഇങ്ങനെ പറഞ്ഞ് അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു നമ്മോടൊരു നിയമം പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ ശബ്ബത്ത് നാളിലെ മത്സ്യബന്ധനം എന്ന് പറയുന്നത്. ശബ്ദനാളിലെ മത്സ്യങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ല, അതല്ലെങ്കിൽ ആ ദിവസം എന്നുള്ള നിലക്ക് അതൊരു ശകുനം പിടിച്ച ഒരു ദിവസമായതുകൊണ്ടുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്. ആർ അനുസരിക്കുന്നു, ആർ അനുസരിക്കുന്നില്ല.
ഒരുപാട് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഖുർആൻ എടുത്ത് പറഞ്ഞപ്പോൾ സുലൈമാൻ നബിക്ക് കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞപ്പോൾ ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതായത് ഇത് അള്ളാഹുവിന്റെ ഔദാര്യങ്ങളിൽപ്പെട്ടതാണ്. പക്ഷെ അവിടെ അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ, ഞാൻ നന്ദികേട് കാണിക്കുന്നുണ്ടോ, നന്ദി കാണിക്കുന്നുണ്ടോ. അപ്പോ നന്ദികേട് കാണിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിനെ അനുസരിക്കുന്നുണ്ടോ അനുസരിക്കുന്നില്ല എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് നിഷിദ്ധമായ ഒരു കാര്യത്തെ ആകർഷകമാക്കി ഒരുപക്ഷെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നേക്കാം. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. ഇപ്പൊ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചത് എങ്ങനെയായിരുന്നു? സ്വർഗത്തിൽ വെച്ച് എല്ലാം അള്ളാഹു അവിടെ അനുവദിച്ചു കൊടുക്കുകയും ഒരു കനി അല്ലെങ്കിൽ ഒരു വൃക്ഷം, ആ വൃക്ഷത്തെ സമീപിക്കരുതെന്ന് പറയുകയും ചെയ്തു. എന്താ ആ വൃക്ഷത്തെ സമീപിച്ചാൽ ആ വൃക്ഷത്തിലുള്ള ഫലവർഗങ്ങൾക്കോ മറ്റോ എന്താണ് കുഴപ്പമുള്ളത്? അതൊന്നുമില്ല. അതിനെ സമീപിക്കരുത്. നിങ്ങൾ രണ്ടുപേരും അതിനെ സമീപിക്കരുത്. നിങ്ങൾ അക്രമികളായി തീരും. അപ്പോ അവിടെ അള്ളാഹുവിന്റെ ഒരു നിയമമാണത്. പക്ഷെ പിന്നീട് പിശാച് വന്ന് അവരെ തെറ്റിക്കുന്നത് എന്താണ്? നിങ്ങൾ അതിനെ സമീപിച്ചാൽ, അതിൽ നിന്ന് കഴിച്ചാൽ നിങ്ങൾ ഈ സ്വർഗത്തിൽ ശാശ്വതരായി തീരും, അതല്ലെങ്കിൽ നിങ്ങൾ മലക്കുകളായി മാറും എന്നൊക്കെ പറഞ്ഞ് വ്യാമോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വ്യാമോഹം എന്ന് പറയുന്നത് മനുഷ്യനെ പിടികൂടാം. അവിടെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമുക്കും ഹവ്വക്കും യഥാർത്ഥത്തിൽ അബദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്, റബ്ബന വലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് പ്രാർത്ഥിച്ചത്. ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടകാരികളിൽപ്പെടും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ നിയമമാണ്. അപ്പൊ അള്ളാഹുവിന്റെ നിയമങ്ങളെ അത് വിശുദ്ധ ഖുർആനിലൂടെയോ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുന്ന സമൂഹം എന്നുള്ള നിലക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലൂടെയോ അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയോ കൃത്യമായും വന്നിട്ടുള്ള ഒരു നിയമം, ആ നിയമത്തെ അതിൻ്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കാതെ തന്നെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അത് അറിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ അത് അംഗീകരിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ബാധ്യസ്ഥനാണെന്ന വിശ്വാസത്തോടു കൂടി നമ്മളത് ചെയ്യേണ്ടതുണ്ട്. നമ്മളതിൽ നിർബന്ധ കർമ്മമാണെങ്കിൽ ചെയ്യുകയോ നിരോധിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അതിൽ നിന്ന് വർജിക്കുകയോ ചെയ്യേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ അത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിരുന്നു. കൂട്ടം കൂട്ടമായി പ്രവഹിച്ചുകൊണ്ടിരുന്നു ഇത് മത്സ്യം. പക്ഷെ അള്ളാഹുവിന്റെ നിർദ്ദേശം എന്താണ്? അന്ന് അവർ മീൻ പിടിക്കാൻ പാടില്ല. അതിനവർ കണ്ട ഒരു ഉപായം എന്തായിരുന്നു? നേർക്ക് നേരെ അള്ളാഹുവിന്റെ ആ നിയമത്തെ ലംഘിക്കുക എന്നതല്ല. അവർ കണ്ടെത്തിയ ഒരു മാർഗം ശനിയാഴ്ച ദിവസം സമുദ്രത്തിന്റെ അടുത്ത സ്ഥലങ്ങളിൽ കുഴികളുണ്ടാക്കി നീർച്ചാലുകൾ വഴി അതിലേക്ക് വെള്ളം കടത്തിവിടുക. ശനിയാഴ്ച ദിവസം സമുദ്രത്തിന്റെ അടുത്ത സ്ഥലങ്ങളിൽ കുഴികൾ ഉണ്ടാക്കിയിട്ട് നീർച്ചാലുകൾ ഉണ്ടാക്കി വെക്കും. അപ്പൊ അതിലേക്ക് വെള്ളം കടത്തി വിടുമ്പോൾ സ്വാഭാവികമായും മീനുകൾ അതിൽ വന്ന് നിറയും. ശനിയാഴ്ച ദിവസം അതിൽ മത്സ്യം വന്ന് നിറയുമ്പോൾ ചാലുകൾ അടച്ചിടുക. അപ്പൊ പിന്നെ മത്സ്യത്തിന് അങ്ങോട്ട് തിരിച്ചു പോകാൻ സാധിക്കില്ല. ശബ്ദത്തിന്റെ സമയം കഴിഞ്ഞ ശേഷം അവർ ആ മത്സ്യം പിടിച്ച് ശേഖരിക്കുകയും ചെയ്യും. അപ്പൊ നോക്കൂ നിങ്ങൾ, സത്യത്തിൽ നേർക്കുനേരെ പരിശോധിച്ചാൽ അവരന്ന് മത്സ്യം പിടിച്ചോ? ഇല്ല. മറിച്ച് അവരെന്താ ചെയ്തത്? അവരൊരു ചാലുണ്ടാക്കിയെന്ന് മാത്രം. ചാലുണ്ടാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ മത്സ്യങ്ങൾക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ വേണ്ടിയിട്ട്. മത്സ്യങ്ങളെ നേർക്കുനേരെ പിടിക്കാതെ എന്നിട്ട് പിറ്റേ ദിവസം പോയിട്ട് അതിനെ പിടിക്കുകയും ചെയ്യുക. അപ്പോ നേർക്ക് വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാമായിരുന്നു? അങ്ങനെ നിയമമൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, പകരം എന്താണ് ഞങ്ങൾ അന്ന് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് പോകാമായിരുന്നു. അത്
അവർ ചെയ്യാതിരുന്നത് അവർക്ക് വിശ്വാസത്തിന്റെ കണികകൾ അവരിൽ അവശേഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അവർക്ക് അത് ചെയ്യാൻ പാടില്ല. ആ പാടില്ലാത്ത കാര്യം ചെയ്യണ്ട. എന്നാൽ വേറൊരു ഉപായം, ഒരു എങ്ങനെയെങ്കിലും അള്ളാഹുവിന്റെ ആ നിയമം അനുസരിക്കുകയും അതിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്ന, അത് നമ്മൾ അനുസരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടത്തെ പരിഹരിക്കുകയും ചെയ്യുക. ഇതാണ് സത്യത്തിൽ അവർ കണ്ടെത്തിയ മാർഗം. അതും ലംഘനമാകുന്നു എന്ന് ഈ സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതാണ് എഴുത്തതവ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച അതിക്രമമാണത്. അതിക്രമമാണ്. അള്ളാഹു ഒരു കാര്യം ചെയ്യരുതെന്ന് പറയുമ്പോൾ പിന്നെ ആ ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തെ സംബന്ധിച്ച് അത് നേർക്കുനേരെ ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നിട്ടെന്ത് ചെയ്യുക, അതിന്റെ മുഴുവൻ കാര്യങ്ങൾ അനുഭവിക്കാനും ആസ്വദിക്കുവാനും ശ്രമിക്കുക. അത് വലിയ അതിക്രമമായിട്ടാണ് ഖുർആൻ ഇവിടെ എടുത്തു പറഞ്ഞത്. വലഖദ് അലിംതുമുല്ലദീന അഅ്തദൗ മിൻകും എന്നാണ് പറഞ്ഞത്. അപ്പൊ അവർ ചെയ്തത്, ശനിയാഴ്ച ദിവസം സമുദ്രത്തിന്റെ അടുത്ത സ്ഥലങ്ങളിൽ കുഴികൾ ഉണ്ടാക്കി നീർച്ചാലുകൾ വഴി അതിലേക്ക് വെള്ളം കടത്തിവിടുക. ശനിയാഴ്ച ദിവസം അതിൽ മത്സ്യം വന്ന് നിറയുമ്പോൾ ചാലുകൾ അടച്ചിടുക. സെബത്തിന്റെ സമയം കഴിഞ്ഞ ശേഷം അവർ ആ മത്സ്യം പിടിച്ച് ശേഖരിക്കുകയും ചെയ്യും. ഇതിനെപ്പറ്റി അവരിലുണ്ടായിരുന്ന നല്ല മനുഷ്യന്മാർ അവരെ ഉപദേശിച്ചു നോക്കിയെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചത്, വഇദ ഖാലത് ഉമ്മത്തും മിൻഹും ലിമ തഅഇദൂന ഖൗമൻ അല്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ എന്നാണ്. അതിലൊരു വിഭാഗം ആളുകൾ ഉപദേശിച്ച സന്ദർഭത്തിൽ മറ്റുള്ളവർ ചോദിച്ചു, എന്തിനാണ് അവർ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന അർത്ഥത്തിൽ. അള്ളാഹു അവർ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ശിക്ഷ നൽകുകയോ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഉപദേശിച്ച ആളുകൾ പറഞ്ഞത്, ഖാലൂ മഅദിറതൻ ഇലാ റബ്ബിക്കും വലഅല്ലഹും യത്തഖൂൻ, അള്ളാഹുവിനോട് നമുക്ക് ഒഴിവ് പറയാലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവരോട്, ആ ഒരു ഒഴികഴിവ് പറയാൻ വേണ്ടിയിട്ട്, വലഅല്ലഹും യത്തഖൂൻ, അവർ സൂക്ഷിക്കുകയാണെങ്കിലോ എന്ന രൂപത്തിൽ. അപ്പം അതിനെപ്പറ്റി അവരുടെ നല്ല മനുഷ്യന്മാർ അവർ ഉപദേശിച്ചു നോക്കിയെങ്കിലും അവരത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ്. ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അതിക്രമം ചെയ്തവരെ അള്ളാഹു കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി അൻജയ്നല്ലദീന യൻഹൗന അനിസ്സൂഇ, ആ സൂഇനെ ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി, അവർ ഏതൊരു കാര്യം കൊണ്ടാണ് ഉത്ബോധനം നൽകപ്പെട്ടത് എന്നിട്ട് അത് മറന്നു കളഞ്ഞത്, അങ്ങനെ അതിനെ അവർ മറന്നു കളഞ്ഞപ്പോൾ അൻജയ്നല്ലദീന യൻഹൗന അനിസ്സൂഇ, ആ സൂഇനെ, ആ ദുഷ്പ്രവൃത്തിയെ നിരോധിച്ചിരുന്ന ആളുകളെ നാം രക്ഷപ്പെടുത്തി. വഅഖദനല്ലദീന ളലമൂ ബിഅദാബിൻ ബഈസിൻ ബിമാ കാനൂ യഫ്സുഖൂൻ, ആക്രമിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാം വലിയ ഒരു വളരെ മോശമായ ശിക്ഷ അവർക്ക് നൽകുകയും ചെയ്തു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം, അതായത് അങ്ങനെ ആ സന്ദർഭത്തിൽ അവർ ഉപദേശിച്ചിരുന്ന നല്ല മനുഷ്യന്മാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിക്രമം ചെയ്തവരെ അള്ളാഹു കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്യും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഭൂമിയിൽ നടപ്പാക്കുന്ന നിയമങ്ങൾ, ആ നിയമങ്ങളിൽ ചിലപ്പോൾ ഒരു സമൂഹത്തിന് നൽകുന്ന ശിക്ഷ, ആ ശിക്ഷ ഒരുപക്ഷെ എല്ലാവരെയും ബാധിച്ചേക്കാം. വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, നിങ്ങൾക്കൊരു ഫിത്ന വരുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കുക. ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അങ്ങനെ വല്ലതുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങളിൽ നിന്ന് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമല്ല, പ്രത്യേകമായിട്ടായിരിക്കുകയില്ല അത് പിടികൂടുക, എല്ലാവരെയും പിടികൂടുന്നു. പക്ഷെ ഇവിടെ ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തി എന്നാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്? അവർ ഈ വിഭാഗം ആളുകളെ ഉപദേശിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തെറ്റ് കാണുമ്പോൾ ആ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നത് വിവരമുള്ള ആളുകൾ ചെയ്യേണ്ടതാണ്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിർഹു ബിയദിഹി ഫഇൻ ലം
يستطيع فبلسانه وإن لم يستطيع فبقلبه وذلك أضعف الإيمان എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു തിന്മ കാണുമ്പോൾ ആ തിന്മയെ കൈകൊണ്ട് തടുക്കുകയോ അതിന് സാധിക്കുകയില്ലെങ്കിൽ നാവ് കൊണ്ട് തടയുകയോ അതിനും സാധിക്കുകയില്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിനെ വെറുക്കുകയോ ചെയ്യുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ ആ ഉപദേശിച്ചിരുന്ന ആളുകൾ നല്ല നിലക്ക് ഉപദേശിച്ചു നോക്കിയെങ്കിലും അവരത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്ന്. പക്ഷേ ആ നല്ല മനുഷ്യരെ അള്ളാഹു രക്ഷപ്പെടുത്തുകയും അതിക്രമം ചെയ്തവരെ അള്ളാഹു കുരങ്ങുകളാക്കി ശിക്ഷിക്കുകയും ചെയ്തു എന്ന്. ഈ സ്ഥലം ഏതാണ്, എവിടെ വെച്ചായിരുന്നു എന്നുള്ളതാണ് പിന്നെ ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പ്രത്യേകമായി സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. വളരെ അപൂർവമായ സന്ദർഭങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിക്കുകയും ആ സംഭവങ്ങളിൽ നിന്ന് മനുഷ്യർക്ക് പൊതുവിൽ സംഭവിക്കുന്ന പിന്നെ അപകടങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവർക്ക് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വലിയ പരീക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുകയും അതിൽ നമ്മളൊക്കെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഭവങ്ങൾ ഉദ്ധരിക്കുന്നതിലൂടെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇപ്പോൾ അൽ അഖബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഐലത്ത് ആയിരുന്നു ആ രാജ്യമെന്നും അതിനടുത്ത് മദിയനിലായിരുന്നു സംഭവം നടന്നതെന്നും പറയപ്പെടുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ അനവധി കാലം ഇസ്രായേൽ കുടിയേറി പാർത്തിരുന്നു എന്ന്. അതായത് ചെങ്കടലിന്റെ വടക്കേ തല രണ്ടായി പിളർന്ന് ഒന്ന് ഇടത്തോട്ട് സൂയസ് വഴി മധ്യധരണ്യാഴിയിൽ ചേരുന്നു. അതായത് മെഡിറ്ററേനിയൻ കടലിൽ ചെന്നിട്ടാണ് ഈ ചെങ്കടലിന്റെ ഒരു ഭാഗം വന്ന് ചേരുന്നത്. നിങ്ങൾക്ക് മാപ്പൊക്കെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന് വലത്തോട്ട് അൽ അഖബ എന്ന ഐലത്ത് വരെ നീണ്ടുപോകുന്നു. രണ്ട് ശാഖകൾക്കുമിടയിൽ മുക്കോണാകൃതിയിൽ കിടക്കുന്ന കരയിലും പരിസരവുമാണ് സീനാ പർവ്വതം, തീഹു മരുഭൂമി, ഹെറോബ്, മദിയൻ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ അതിന്റെ ഇടയിലാകുന്നു. മനസ്സിലായല്ലോ? അപ്പോ അതാണ് ആ സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ആ ഭാഗത്താകുന്നു എന്നുള്ളതാണ് മുഫസ്സിറുകൾ ഒക്കെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ നേർക്കുനേരെ ആ സ്ഥലങ്ങളെ സംബന്ധിച്ച് സ്ഥലത്തിന്റെ യഥാർത്ഥ പൊസിഷനെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കി. മത നിയമത്തെ മറികടക്കുവാനുള്ള അവരുടെ ആ ഉപായം നിയമത്തെ ധിക്കരിക്കലും വഞ്ചനയുമാണല്ലോ. ഉപദേഷ്ടാക്കളുടെ ഉപദേശങ്ങളും അവർ വിലവെച്ചില്ല. അപ്പോൾ അവരുടെ പ്രവൃത്തിക്കൊത്ത ശിക്ഷ തന്നെ അള്ളാഹു അവർക്ക് നൽകി. അവരെ കുരങ്ങുകളാക്കി രൂപം മാറ്റി. ശരീരാകൃതിയിൽ മനുഷ്യനും കുരങ്ങും കുറെയൊക്കെ സാമ്യമുള്ളതുപോലെ അവരുടെ പ്രവൃത്തികളും ബാഹ്യത്തിൽ നിയമം പാലിച്ചുവെന്ന് പറയാവുന്ന വിധത്തിലാണല്ലോ. ബാഹ്യത്തിൽ മതത്തിന്റെ വിധിവിലക്കുകളെ അനുസരിക്കുന്നുവെന്ന് വരുത്തുകയും യഥാർത്ഥത്തിൽ അവയിലടങ്ങിയ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും, അവർ അക്കാലത്തുള്ളവരാകട്ടെ പിൽക്കാലത്തുള്ളവരാകട്ടെ, ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കെല്ലാം പാഠം നൽകുന്ന ഒരു താക്കീതാണ് ആ ശിക്ഷയെന്നും ആ മീൻപിടുത്തക്കാരെ ഉപദേശിച്ചു കൊണ്ടിരുന്ന ആ നല്ല മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്ക് ഈ സംഭവത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളാൻ കഴിയുന്നതാണെന്നും 66-ാം വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോ എന്താണ് മതനിയമത്തെ മറികടക്കുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മതനിയമത്തെ മറികടക്കാനാണ് അവർ ശ്രമിച്ചത്. ഉപദേഷ്ടാക്കളുടെ ഉപദേശങ്ങളൊന്നും അവർ സ്വീകരിച്ചില്ല. അപ്പോഴാണ് അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുന്നത്, അവരെ കുരങ്ങുകളാക്കി മാറ്റി എന്നുള്ളത്. അപ്പോ ബാഹ്യത്തിൽ മതത്തിന്റെ വിധിവിലക്കുകളെ അനുസരിക്കുന്നുവെന്ന് വരുത്തുകയും യഥാർത്ഥത്തിൽ അവയിലടങ്ങിയ തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാവരും, അവർ ഏത് കാലത്തുള്ളവരായിരുന്നാലും, അതാണ് ജഅൽനാഹ നകാലൻ ലിമാ ബൈന ജഅൽനാഹ നകാലൻ ലിമാ ബൈന യദൈഹാ വമാ ഖൽഫഹാ, മുമ്പിലുള്ളവർക്കും പിമ്പിലുള്ളവർക്കും ഒരു ശിക്ഷയാക്കി. വമൗഇളതൻ ലിൽ മുത്തഖീൻ, സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഉപദേശവുമാക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് അക്കാലത്തുള്ളവരാകട്ടെ പിൽക്കാലത്തുള്ളവരാകട്ടെ,
ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ഇപ്പോഴും നമ്മൾ ആളുകളിൽ പലരും ഇങ്ങനെയുള്ള മീൻപിടുത്തക്കാരെ പോലെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. മതത്തിന്റെ നിയമങ്ങളെ എങ്ങനെങ്കിലും അതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പലരും, പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിൽ നമുക്കത് വളരെ പ്രകടമാണ്. അത് പലിശയുടെ വിഷയങ്ങളിലായിരുന്നാലും മറ്റ് അനന്തരാവകാശ നിയമങ്ങളിലായിരുന്നാലും അതുപോലെ കച്ചവട നിയമങ്ങളിലായിരുന്നാലും ഒക്കെ അത് അള്ളാഹു നിരോധിച്ചതാണെന്ന് പറയുമ്പോൾ അതിന് എന്തെങ്കിലും മറ്റു ചില ഉപാധികൾ ഉണ്ടാക്കി രക്ഷപ്പെടുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആ മീൻപിടുത്തക്കാരെ അനുകരിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്യുന്നത് എന്നർത്ഥം. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പാഠം നൽകുന്ന ഒരു താക്കീതാണ് ആ ശിക്ഷ എന്ന. ആ ശിക്ഷയെ സംബന്ധിച്ചിടത്തോളം അതാണ് എല്ലാവർക്കുമുള്ള ഒരു താക്കീത്. അപ്പോൾ ആ മീൻപിടുത്തക്കാരെ ഉപദേശിച്ചു കൊണ്ടിരുന്ന നല്ല മനുഷ്യന്മാരെ പോലെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു പോരുന്ന ഭയഭക്തന്മാർക്ക് അവർക്ക് ഈ സംഭവത്തിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളുവാനും കഴിയുന്നതാണെന്നും യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ്. കൂനു ഖിറദത്തൻ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞ മാത്രയിൽ അവർ കുരങ്ങുകളായി തീർന്നിട്ടുണ്ടെന്നത് തീർച്ച തന്നെയാണ്. കൂനു ഖിറദത്തൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവരോട് അത് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ അവർ കുരങ്ങുകളായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏത് കാര്യത്തെക്കുറിച്ചും അതുണ്ടാവണമെന്ന് അവൻ പറഞ്ഞാൽ അള്ളാഹു അവന് പറഞ്ഞാൽ അത് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. إنما أمره إذا أراد شيئا أن يقول له كن فيكون എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. إنما أمره إذا أراد شيئا أن يقول له كن فيكون. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും അൻ യഖൂല ലഹു കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ, അത് ഉണ്ടായി തീരുക തന്നെ ചെയ്യും. അപ്പൊ കൂനു ഖിറദത്തൻ, നിങ്ങൾ കുരങ്ങുകളായി തീരുവിൻ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുണ്ടായിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല. ഇവരെ കുരങ്ങുകളാക്കി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവരുടെ ശരീരത്തിന്റെ രൂപം മാറ്റി എന്നല്ലെന്നും അവരുടെ ഹൃദയങ്ങളെ കുരങ്ങുകളുടെ ഹൃദയം പോലെയാക്കി അഥവാ ഉപദേശവും താക്കീതും ഫലപ്പെടാതാക്കി എന്നുമാണ് മുജാഹിദ് റഹിമഹുല്ല പ്രസ്താവിച്ചിരിക്കുന്നത്. മറ്റാരും ഇങ്ങനെ അഭിപ്രായപ്പെട്ടതായി അറിയുന്നില്ല. അപ്പം മുജാഹിദ് റഹിമഹുല്ലക്ക് ഒരു പ്രത്യേകമായ അഭിപ്രായം ഈ വിഷയത്തിലുള്ളത് അവരുടെ ഹൃദയങ്ങളെ കുരങ്ങുകളുടെ ഹൃദയം പോലെയാക്കി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്നാണ്. അത് എന്നാൽ ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം മാത്രമായിട്ടാണ് മറ്റുള്ള മുഫസ്സിറുകൾ പറയുന്നത്. ഇവിടെയും സൂറത്ത് മാഇദയിലെ 63-ലും അഅറാഫ് 166-ൽ നാം നേരത്തെ ഓതിയിരുന്ന ആയത്തിലുമൊക്കെ അള്ളാഹു പ്രസ്താവിച്ചതിന്റെ വ്യക്തമായ അർത്ഥത്തിന് യോജിക്കാത്ത ഒരൊറ്റപ്പെട്ട അഭിപ്രായം മാത്രമാണ് മുജാഹിദ് റഹിമഹുല്ലയുടെ ഈ അഭിപ്രായമെന്ന് ഇമാം ഇബ്നു കസീർ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പല മഹാന്മാരുടെയും പ്രസ്താവനകളും അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: ഈ ഇമാമുകളിൽ നിന്നെല്ലാം ഈ വാക്യങ്ങൾ ഇവിടെ നാം ഉദ്ധരിക്കുവാൻ കാരണം അക്കൂട്ടരുടെ ശരീരാകൃതി മാറ്റിയിട്ടില്ലെന്നും മാനസികമായ പ്രകൃതി മാറ്റമേ ഉണ്ടായിട്ടുള്ളൂവെന്നും മുജാഹിദ്, അള്ളാഹു അദ്ദേഹത്തിന് കരുണ നൽകട്ടെ, പറഞ്ഞതിനെതിരാണ് ആ മഹാന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്. ആകൃതിയിലും പ്രകൃതിയിലും അവർ കോലം മാറ്റപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ശരി എന്നാണ് കൂടുതൽ മുഫസ്സിറുകളും പറഞ്ഞിട്ടുള്ളത് എന്ന് മഹാനായ അമാനി മൗലവി ഇവിടെ രേഖപ്പെടുത്തുന്നു.
അസാധാരണ സംഭവങ്ങളൊന്നും ദഹിക്കാത്ത ചില ആളുകൾ മുജാഹിദ് റഹിമഹുള്ളയുടെ ഈ ഒറ്റപ്പെട്ട അഭിപ്രായത്തിന് മുൻഗണന നൽകുകയും മറ്റുള്ള അഭിപ്രായങ്ങളും തെളിവുകളും അഗണ്യമാക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമാണല്ലോ. അതങ്ങനെ തന്നെയാണ്. ഇത്തരം അസാധാരണ സംഭവങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് ഒരുപക്ഷെ മുജാഹിദ് റഹിമഹുള്ളയുടെ ഈ ഒരൊറ്റപ്പെട്ട അഭിപ്രായത്തിന് മുൻഗണന നൽകുകയും മറ്റുള്ള എല്ലാ അഭിപ്രായങ്ങളും തള്ളിക്കളയുകയും ചെയ്യുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത് സ്വാഭാവികമാണ്. ആ ശിക്ഷ ശബ്ബത്ത് നാളിൽ അതിക്രമം പ്രവർത്തിച്ച ഒരു ജനതയ്ക്ക് പ്രത്യേകം നൽകപ്പെട്ട ശിക്ഷയായി പ്രസ്താവിക്കുകയും ആ സംഭവത്തിന്റെ മുമ്പിലും പിമ്പിലുമുള്ളവർക്ക് അത് പാഠം നൽകുന്ന ശിക്ഷയാണെന്ന് അല്ലാഹു പറയുകയും ചെയ്തിരിക്കെ ഈ അഭിപ്രായത്തിന് ന്യായീകരണം കാണുന്നില്ല. പാപവും ധിക്കാരവും അധികമാകുമ്പോൾ ഹൃദയത്തിലേക്ക് വേണ്ടതൊന്നും പ്രവേശിക്കാത്ത വിധം അവ മുദ്രവെക്കപ്പെടുന്നതാണെന്ന് ഒന്നിലധികം സ്ഥലത്ത് അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മുജാഹിദ് റഹിമഹുള്ള പറഞ്ഞത് ഇതിനെ നിഷേധിക്കുന്ന, ഇത്തരം അസാധാരണ സംഭവങ്ങളെ നിഷേധിക്കുന്ന തരത്തിലുള്ളതല്ല, മറിച്ച് അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രം പ്രത്യേകമായ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങളെ മുഴുവനും, എന്തിനേറെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ സമുദ്രത്തിൽ വടികൊണ്ടടിക്കുകയും അത് രണ്ട് ഭാഗത്തേക്ക്, ആ സമുദ്രത്തിലെ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറിപ്പോവുകയും ചെയ്തതിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുകയും അതിന് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് അത്ഭുത സംഭവങ്ങൾ, അസാധാരണ സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പരാമർശിച്ചിട്ടുള്ള അത്തരം സംഭവങ്ങളെ മുഴുവനും നിഷേധിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് മുജാഹിദ് റഹിമഹുല്ല പറഞ്ഞതിനെ അവർ തെളിവായി സ്വീകരിക്കാറുമുണ്ട്. എന്നാൽ മുജാഹിദ് റഹിമഹുല്ല മറ്റൊരുപാട് അസാധാരണ സംഭവങ്ങൾ ഖുർആനിൽ പറഞ്ഞതിനെ മുഴുവനും അംഗീകരിക്കുകയും അതിൽ പ്രത്യേകമായ മറ്റൊരഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുമില്ല എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നാം പ്രത്യേകം മനസ്സിലാക്കി വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് മുജാഹിദ് റഹിമഹുല്ലയുടെ ഈ വിഷയത്തിലുള്ള മൻഹജിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഈ ഒരു വിഷയത്തിൽ മാത്രം അദ്ദേഹത്തിന് അങ്ങനെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തി എന്ന് മാത്രം. എന്നാൽ ഇവിടെ മൊത്തത്തിൽ ഇതിനെ നിഷേധിക്കുന്ന ആളുകളാകുന്നു, അസാധാരണ സംഭവങ്ങൾ നിഷേധിക്കുന്നവരാകുന്നു പൊതുവിൽ ഈ സംഭവത്തെയും നിഷേധിച്ച് കാണുന്നത്. അതായത് അങ്ങനെ കുരങ്ങന്മാരായിട്ടില്ല എന്ന് പറയുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുരങ്ങന്മാരായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഉൾക്കൊള്ളുക, അത് നമ്മൾ അംഗീകരിക്കുക. പിന്നീട് അതിന്റെ വിശദാംശങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നാം സ്വീകരിക്കുക. അതല്ലാത്തത് നാം അതിന്റെ പിറകെ പോയി അന്വേഷിച്ച് കണ്ടെത്തേണ്ടുന്ന ഒരാവശ്യവും യഥാർത്ഥത്തിലില്ല എന്നാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അഭിപ്രായം അനുസരിച്ച് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമായിട്ട് ഈ സംഭവത്തെ ഗണിക്കാനുള്ളൂ. ഏതായാലും രൂപം മാറ്റപ്പെട്ടവരാരും പിന്നീട് അധികം ജീവിക്കുകയോ അവർക്ക് സന്താനങ്ങൾ ജനിക്കുകയോ ഉണ്ടായിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ഇമാം മുസ്ലിം ഇങ്ങനെ ഉദ്ധരിക്കുന്നു: കുരങ്ങുകളും പന്നികളും രൂപം മറിക്കപ്പെട്ടവരിൽ നിന്നുണ്ടായതാണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരു കൂട്ടരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അവൻ സന്താനം നൽകുകയുണ്ടായിട്ടില്ല. കുരങ്ങുകളും പന്നികളും അതിനു മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും സഹാബത്ത് ചോദിച്ചൊരു ചോദ്യം, അപ്പൊ ഈ കുരങ്ങുകൾ ഒക്കെ ആയിട്ടുള്ളവരൊക്കെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ നിന്ദ്യന്മാരാക്കി ഇങ്ങനെ കുരങ്ങുകളാക്കി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന കുരങ്ങുകളൊക്കെയും ഇവരുടെ പരമ്പരയിൽപ്പെട്ടവരാണോ എന്നൊരു സംശയം ചോദിക്കുക. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് നൽകിയ മറുപടി, അള്ളാഹു ഒരു കൂട്ടരെ നശിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുമ്പോൾ അവർക്ക് അവൻ സന്താനം നൽകുകയുണ്ടായിട്ടില്ല. അപ്പൊ ആ കൂട്ടർക്ക് സന്താനം നൽകിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം മുസ്ലിം തന്നെയാണ് രേഖപ്പെടുത്തുന്നത്. കുരങ്ങുകളും പന്നികളൊക്കെ അതിനു മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ സന്താന പരമ്പര എന്നുള്ള നിലക്കല്ല, മറിച്ച് ഈ വിഭാഗം ആളുകളെ അങ്ങനെ ആക്കി മാറ്റി പിന്നീട് അവർക്ക് മക്കളുണ്ടായിട്ടില്ല, മറിച്ച് അള്ളാഹു അവരെ നശിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ നാം വളരെ ഗൗരവത്തോടു കൂടിയിട്ടാണ് കാണേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് അങ്ങനെ അതിനെ നാം അതിന്റെ മുമ്പിലുള്ളവർക്കും അതിന്റെ പിമ്പിലുള്ളവർക്കും ഒരു ശിക്ഷയാക്കി, ഒരു പാഠമാക്കി എന്നുള്ളതാണ്. അപ്പൊ ഏത് കാലഘട്ടത്തിലും അള്ളാഹു ഇത്തരത്തിൽ വഖാം എന്നത് നാം ഭയപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ
കൃത്യമായും പാലിക്കാതെ അവൻ നിരോധിച്ച മേഖലകളിൽ വിഹരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ നിരോധനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമത്തിന്റെ ഉള്ളിൽ നിൽക്കുവാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിന്റെ പുറത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള ഉപായങ്ങളും ഉപാധികളും കണ്ടെത്തുകയല്ല, മറിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഇഷ്ടം പാലിച്ചുകൊണ്ട് നമ്മൾ അതിന് വിധേയമായി നിൽക്കുക എന്ന കാര്യമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചരിത്ര സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നിയമം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, അള്ളാഹു നിരോധിച്ച ഒരു കാര്യം നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അതിനെ നാം എങ്ങനെ സ്വീകരിക്കണം, ഏത് രൂപത്തിൽ അംഗീകരിക്കണം, പൂർണ്ണമായും അതിനെ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. ഈ ഒരു നിലപാടിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് സത്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കഥ പറയാൻ വേണ്ടിയിട്ടല്ല എന്നുകൂടി നാം ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വിശ്വാസികൾ എന്നുള്ള നിലക്ക് പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ ആ നിലവാരത്തിലേക്ക് ഉയരുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൂട്ടായ്മയെ നല്ല രൂപത്തിൽ നിലനിർത്തുകയും ആ കൂട്ടായ്മക്ക് യഥാർത്ഥമായ ഹിദായത്തും ഇസ്തിഖാമത്തും അല്ലാഹു പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അതിനിടയിൽ ഫിത്നയും ഫസാദും വിള്ളലുകളും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ദഅവത്ത് എന്ന കർമ്മം അത് കൃത്യമായും നിർവഹിക്കുവാനുള്ള ഒരവസരമാകുന്നു. ആ ദഅവത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആ ദഅവത്തിന്റെ മാർഗത്തിൽ നിന്ന് അനാവശ്യമായ വസ്വാസുകളും ഫിത്നകളും പ്രചരിപ്പിച്ചുകൊണ്ട് അതിന് അല്ലാഹുവോ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ നിർദ്ദേശിക്കാത്ത നിബന്ധനകളും ഉപാധികളും നിശ്ചയിച്ചുകൊണ്ട് ആ കൂട്ടായ്മയെ നശിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.